ബീഹാറിലെ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മക്കളെ അധികാരത്തിലെത്തിക്കാമെന്ന വ്യാമോഹം വേണ്ട, ഡൽഹിയിലും ബീഹാറിലും ഇനി ഒഴിവില്ല എന്നും പരിഹാസം. ഇന്ത്യ സഖ്യത്തിന്റെ കുടുംബാധിപത്യം പരാജയപ്പെടുമെന്നും അമിത്ഷാ പറഞ്ഞു. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അഭിപ്രായപ്പെടുകയായിരുന്നു അദ്ദേഹം. यहाँ ढेर सारे युवा है, सभी युवा राजनीति में आना चाहते हैं। ये गठबंधन की दो पार्टियां, एक पार्टी लालू प्रसाद यादव जी की, लालू प्रसाद जी अपने बेटे को मुख्यमंत्री बनाना चाहते हैं, और दूसरी पार्टी कांग्रेस पार्टी सोनिया जी अपने बेटे को प्रधानमंत्री बनाना चाहती। मैं आज दोनों को कहकर जाता हूं, बिहार में ना सीएम का पद खाली है, ना दिल्ली में पीएम का पद खाली है। बिहार में नीतीश कुमार जी सीएम बनकर बैठे हैं और लालू जी, सोनिया जी दिल्ली में नरेंद्र मोदी जी प्रधानमंत्री बनकर बैठे हैं। आपका नंबर नहीं लगना है. നന്ദഗോപൻ ചെയ്യുന്നുണ്ട്. നന്ദഗോപൻ, ഈ ഇന്ത്യ സഖ്യത്തിന്റെ കുടുംബാധിപത്യത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എങ്ങനെയാണ് അദ്ദേഹം ഈ ഇന്ത്യ സഖ്യത്തെ പരിഹസിക്കുന്നത്? അശ്വതി, ബീഹാറിലെ ബെഗുസ്വരയിൽ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കുടുംബാധിപത്യത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഒപ്പം തന്നെ രൂപേണയുള്ള അത്തരമൊരു പ്രതികരണവും അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് മഹാഗഡ്ബന്ധൻ സഖ്യം, RJD, അതേപോലെ തന്നെ ഇടത് പാർട്ടികൾ, കോൺഗ്രസ് എന്നീ ചേർന്ന ഈ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൻ്റെ കുടുംബ ആധിപത്യമാണ് അമിത്ഷാ ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ലല്ലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കുവാൻ ശ്രമിക്കുന്നു, അതേപോലെ തന്നെ സോണിയാഗാന്ധി അവരുടെ മകനെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ രണ്ടിടങ്ങളിലും, ബീഹാറിലാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിലും രണ്ടിടങ്ങളിലും ആ കസേരയിലേക്ക് ഒഴിവുകളില്ല എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരും. രണ്ട് ഇടങ്ങളിലും ഒഴിവുകളില്ല, നിങ്ങളുടെ നമ്പർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരമില്ല എന്നുള്ളതാണ് പ്രധാനമായും അമിത്ഷാ ബെഗുസ്വരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഈ ലാലു പ്രസാദ് യാദവിന്റെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മക്കളെ അധികാരത്തിലെത്തിക്കാമെന്ന വ്യാമോഹം വേണ്ട എന്നാണ് ഇന്ത്യ സഖ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്ന മുന്നറിയിപ്പ്.